നമസ്കാരം. RSS ഒരു ഭീകര പ്രസ്ഥാനമാണ്. സംഘപരിവാർ നിരോധിക്കപ്പെടേണ്ട ഒന്നാണ്. അവിടെ വംശവെറിയുണ്ട്, വംശഹത്യയുണ്ട്, വംശീയ ഉന്മൂലനമുണ്ട് എന്നൊക്കെ പറയുന്ന തിയറിയെ എതിർക്കുന്നയാളാണ് ഞാൻ. അത്രയും വലിയൊരു കുഴപ്പക്കാരാണ് RSS എന്നെനിക്ക് വിശ്വാസമില്ല. RSSന്റെ പേരിൽ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പേരിൽ ചില ആൾക്കൂട്ടങ്ങൾ ഇത്തരം വൃത്തികേടുകളൊക്കെ കാട്ടുന്നുണ്ടാവാം. എന്നാൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്തരം ഭീകരതയെ എതിർക്കുന്ന പ്രസ്ഥാനമാണ്. അടിസ്ഥാനപരമായി രാജ്യസ്നേഹമാണ് അവരുടെ അജണ്ട. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനോടുള്ള ഈ വിരോധം മുൻവിധിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ചില വ്യക്തികളുടെ രാഷ്ട്രീയ മത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു ബദൽ തിയറിയാണ് എന്നാണ് എൻ്റെ ബോധ്യം. അതിനർത്ഥം RSSകാരെല്ലാം പുണ്യാളന്മാരാണെന്നും അവർ ഒരു തിന്മയും ചെയ്യുന്നില്ല എന്നൊന്നുമല്ല. എല്ലാ സംവിധാനങ്ങളിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, എല്ലാ സാമൂഹിക സംഘടനകളിലും മനുഷ്യന്റെ സഹജമായ ദോഷങ്ങളും ഉണ്ടാവും ഗുണങ്ങൾക്കൊപ്പം. അപ്പോൾ ചിലർ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുന്നത്? RSSനും ഒരു ഹിന്ദുത്വ അജണ്ടയുണ്ടല്ലോ, ഹിന്ദു രാഷ്ട്രമാണല്ലോ അവരുടെ ലക്ഷ്യം. പിന്നെ നിങ്ങൾ എന്തിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കുന്നത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായ 6-ാം നൂറ്റാണ്ടിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സിവിൽ ഭരണ സംവിധാനമാണ്. സിവിൽ നിയമങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. പരിഷ്കൃത സമൂഹത്തിന്റെ ഒരു നിയമങ്ങളും അവിടെ ഗൗനിക്കുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതായിരിക്കണം ഈ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ പ്രമാണം എന്നാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പറയുന്നത്. 6-ാം നൂറ്റാണ്ടിൽ നിന്നും 21-ാം നൂറ്റാണ്ടിലേക്കുള്ള പ്രയാണത്തിൽ ലോകം പലതവണ തലകീഴ് മറിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ വികസനവും വളർച്ചയും ശാസ്ത്രീയ പുരോഗതിയും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഒക്കെ നിരസിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളായിരിക്കണം സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്ന സ്ത്രീകളുടെ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ തൃണവൽക്കരിക്കുന്ന ശരീഅത്ത് നിയമം അല്ല വാസ്തവത്തിൽ ഹിന്ദുത്വ സങ്കല്പം എന്നിവർ മനസ്സിലാക്കുന്നില്ല. RSSന് ഹിന്ദുത്വ രാഷ്ട്ര സങ്കല്പമുണ്ട്. അവരുടെ ഹിന്ദുത്വ രാഷ്ട്രം സിവിൽ നിയമങ്ങൾക്കുള്ളിലെ ഹിന്ദുത്വ ഭാരതീയ പാരമ്പര്യ സംരക്ഷണമാണ്. ആ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ക്രൈസ്തവ മൂല്യാധിഷ്ഠിതമായ ഭരണ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ, ഇപ്പോഴും ബൈബിളിനെ ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഖുറാൻ അധിഷ്ഠിതമായ ഭരണഘടന സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, ഹൈന്ദവ സംസ്കാരവും ഹൈന്ദവ പാരമ്പര്യവും സൃഷ്ടിക്കപ്പെട്ട ഭാരതത്തിൽ ആ മൂല്യങ്ങൾ തള്ളിക്കളയണമെന്ന് പറയുന്നത് ലോജിക്ക് എനിക്ക് പിടികിട്ടുന്നില്ല. ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന, ഫ്രീ സ്പീച്ചിനെ അംഗീകരിക്കുന്ന, മനുഷ്യന്റെ ചോയ്സിനെ അംഗീകരിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഭാരതീയ പാരമ്പര്യം ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിനെ ഹിന്ദുത്വവൽക്കരണം, ഹിന്ദു ഫാസിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ സംരക്ഷിക്കാനുള്ള ഒരു മറയായി ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വിശ്വാസമാണ്, നിങ്ങൾക്ക് എതിർക്കാം. എന്നാൽ പലപ്പോഴും സംഘപരിവാർ സംഘടനകൾ രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട്, അധികാരം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഹൈന്ദവ ജനാധിപത്യ മൂല്യത്തെ, ഭാരതീയ പാരമ്പര്യത്തെ തിരസ്കരിച്ചുകൊണ്ട് ചില ഇടുങ്ങിയ മൗലികമായ പരിഷ്കാരങ്ങൾക്ക് തയ്യാറാവാറുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പച്ചവർഗീയത പറഞ്ഞു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. വോട്ട് ബാങ്കിൽ ലക്ഷ്യം വെച്ചാണ്. അദ്ദേഹത്തിന് അറിയാം ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് അതിനെ മറികടക്കാൻ വർഗീയത പറഞ്ഞത് വളരെ സങ്കടമുണ്ടാക്കിയ കാര്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനാവശ്യമായി പലപ്പോഴും സംഘപരിവാർ ചെയ്യാറുണ്ട് എന്നതിന് തെളിവാണ് ഏറ്റവും ഒടുവിൽ ആസാമിലെ ബീഫ് നിരോധനം. ഞാൻ ഗോവധ നിരോധനത്തിന് അനുകൂലമാണ്. ഗോക്കളെ കൊല്ലരുതേ, ഗോക്കൾ അവയുടെ ഉപയോഗം കഴിഞ്ഞാൽ സമാധാനത്തോടെ ചാവാൻ അവസരം കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭാരതീയ പാരമ്പര്യത്തിൽ പശുക്കളെ മാതാവായി കരുതുന്നു. ഗോമാതാവേ എന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ തെരുവിലൂടെ നടക്കുന്ന പശുക്കളെ കണ്ടാൽ പോലും ആളുകൾ തൊട്ടു വണങ്ങാറുണ്ട്. അത് ഒരു ഹൈന്ദവ സംസ്കാരമാണ്, ഭാരതീയ സംസ്കാരമാണ്. അമ്മയായി കണ്ടുകൊണ്ടാണ് പശുക്കളെ പൂജിക്കുന്നത്. അത് ഭാരതീയ പാരമ്പര്യമാണ്, അത് ഋഷി പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ പശുക്കളെ കൊന്നുകളയുന്നത് ശരിയല്ല. പശുക്കളെ കൊല്ലുന്നത് ഇറച്ചിക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൊല്ലുമോ നിങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി? ഇല്ല. അങ്ങനെ തന്നെയാണ് ഭാരതീയ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ പശുക്കളെ കൊല്ലരുതേ എന്നതിനോട് യാതൊരു എതിർപ്പും എനിക്കില്ല. ഈ ഗോവധ നിരോധനം രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. നമ്മുടെ എണ്ണി നോക്കിയാൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനമുണ്ട്, കേരളത്തിൽ ഒഴികെ. കേരളവും തമിഴ്നാടും പോലെ 1-2 സംസ്ഥാനങ്ങൾ മാത്രമേ ഗോവധം അനുകൂലിക്കുന്നുള്ളൂ. ഗോവധ നിരോധനം ആവശ്യമാണ്. അവ മിണ്ടാപ്രാണികളാണ്. അവയെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് മാതാവായി കരുതുന്നു. അതുകൊണ്ട് തന്നെ അവ കൊല്ലപ്പെടേണ്ടവയല്ല. ഒരു പശുവിൻ്റെ ജീവിതകാലാവധി കഴിഞ്ഞാൽ അതിനെ കൊന്നു തിന്നണം എന്നത് തെറ്റായ സങ്കല്പമാണ്. എന്നാൽ ഭാരതീയ പാരമ്പര്യത്തിൽ കാമധേനുവായി കാണുന്ന ഗോമാതാവല്ല കാളക്കൂറ്റന്മാരും പോത്തും എരുമയും ഒക്കെ.
പശു എന്ന് പറയുന്നതാണ്, പശു കിടാവ് എന്ന് പറയുന്നതാണ് ഈ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഗോമാതാവായി വരുന്നത്, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്നത്. കാളക്കൂറ്റന്മാരെയും പോത്തിനെയും ഒക്കെ കൊല്ലുന്നതിൽ എന്താണ് കുഴപ്പം? മനുഷ്യന് ഭക്ഷണത്തിന് വേണ്ടി കോഴിയെ കൊല്ലാമെങ്കിൽ, എന്തിന് മുയലിനെ പോലും കൊല്ലാമെങ്കിൽ, പിന്നെ പോത്തിനെ കൊന്നുകൂടെ? എന്തിനാണ് ഗോവധ നിരോധനത്തിന്റെ മറവിൽ ബീഫ് നിരോധനം ഏർപ്പെടുത്തുന്നത്? ഹോട്ടലുകളിൽ ബീഫ് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഒരു മനുഷ്യനെ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള മൗലികാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഞാൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പശു ഇറച്ചി പാടില്ല, ഗോവധം നിരോധിക്കപ്പെടണം, ഒരു സംശയവും വേണ്ട. പശുവിനെ കൊന്നാൽ നിയമ നടപടി എടുക്കണം, കേരളത്തിലും നടപ്പിലാക്കണം. പക്ഷേ പോത്തിറച്ചിക്ക് എന്താണ് വിലക്ക്? പോത്തിറച്ചി കഴിച്ചാൽ ആർക്കാണ് കുഴപ്പം? ബീഫ് നിരോധനം വഴി ഒളിച്ചു കിടത്തുന്നത് വാസ്തവത്തിൽ പോത്തിറച്ചി നിരോധനം കൂടിയാണ്. അതൊരു മനുഷ്യൻ എന്ത് കഴിക്കണം എന്നുള്ള അവന്റെ അവകാശത്തെ, മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്നത് ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ്. എന്ന് മാത്രമല്ല, ഈ പോത്തിറച്ചി അല്ലെങ്കിൽ ബീഫ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനെ കൃത്യമായി കഴിക്കേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പച്ചക്കറി മാത്രം പോരാ, എല്ലാ ഭക്ഷണ സാധനങ്ങളും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം വേണം. അപ്പൊ പച്ചക്കറി കഴിക്കേണ്ടതുണ്ട്, ഇറച്ചി കഴിക്കേണ്ടതുണ്ട്, മീൻ കഴിക്കേണ്ടതുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കേണ്ടതുണ്ട്. എല്ലാം മനുഷ്യൻ ബാലൻസ് ചെയ്ത് കഴിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോത്തിറച്ചി നിരോധിക്കുന്നത്, ബീഫ് നിരോധിക്കുന്നത് ഒരു മനുഷ്യന്റെ മൗലികാവകാശ ലംഘനമാണ്. അത് തെറ്റാണ്. വോട്ട് ബാങ്കിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ബീഫ് നിരോധനം നടപ്പിലാക്കി കഴിഞ്ഞാൽ പോത്തിറച്ചിയാണോ പശു ഇറച്ചിയാണോ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. പിന്നെ വലിയ പാടാണ്. പശുവിനെ കൊല്ലരുതേ എന്ന നിയമം പോലെ അല്ല ബീഫ് നിരോധനം. ഇത് രണ്ടും രണ്ടാണ്. ഇപ്പൊ ബീഫ് നിരോധിച്ചാൽ അടുത്തത് പന്നി നിരോധിക്കേണ്ടി വരും. ഇസ്ലാമിക മതം അനുസരിച്ച് പന്നി അശുദ്ധ മൃഗമാണ്, പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ ഉള്ളവരാരും തന്നെ പന്നിയിറച്ചി കഴിക്കാറില്ല. പന്നിയിറച്ചി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് പന്നിയിറച്ചി നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഈ പറയുന്ന ബീഫ് നിരോധിക്കുന്നവർ പന്നിയിറച്ചി നിരോധിക്കാൻ സമ്മതിക്കും? ഞാൻ പലപ്പോഴും പന്നിയിറച്ചി ഫെസ്റ്റ് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം നോമ്പ് കാലത്ത് മലപ്പുറത്ത് ഹോട്ടലുകളില്ല എന്ന് പറയുന്ന വലിയൊരു ബഹളം കേട്ടിട്ടുണ്ട്. നോമ്പ് കാലത്ത് ഹോട്ടൽ തുറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹോട്ടൽ ഉടമയാണ്. ഇവിടെ നോമ്പ് കാലമാണ്, അതുകൊണ്ട് നീ ഹോട്ടൽ അടച്ചേ മതിയാവൂ എന്ന് ആരെങ്കിലും നിർബന്ധിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. പക്ഷെ അടയ്ക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അവിടെ ഒരു ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ബോധപൂർവം അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അതുപോലെ മലപ്പുറത്ത് വെച്ച് ആരെങ്കിലും പന്നിയിറച്ചി കഴിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. മലപ്പുറത്ത് പന്നിയിറച്ചി നിരോധനമൊന്നുമില്ല. മലപ്പുറത്ത് ഏതെങ്കിലും വീട്ടിലോ ഏതെങ്കിലും ഹോട്ടലിലോ പന്നിയിറച്ചി വിളമ്പിയാൽ അതിനൊരു നിരോധനം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും അതിനെതിർത്താൽ അത് തെറ്റാണ്. ആ വിളമ്പുന്നവരോടൊപ്പമാണ് ഞാനുള്ളത്. എന്നാൽ പന്നിയിറച്ചി നിർബന്ധമായും എല്ലാ ഹോട്ടലിലും വിളമ്പണം എന്ന് പറയുന്നത് തെറ്റാണ്. ഇത്തരത്തിലുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് ബീഫ് നിരോധനം മൗലികാവകാശ ലംഘനമാണ്. ബീഫ് നിരോധനവും ഗോവധ നിരോധനവും രണ്ടായി കാണേണ്ടതാണ്. എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട്. അവന്റെ അവകാശം മറ്റൊരാളുടെ അവകാശത്തിനെതിരാവരുത്. അവന്റെ അവകാശം വേറൊരാളുടെ വികാരത്തെ വ്രണപ്പെടുത്തരുത്. അതുകൊണ്ടാണ് പശുവിനെ കൊല്ലുന്നത് ഒരു ഹൈന്ദവന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തും, കൊല്ലാൻ പാടില്ല. എന്നാൽ പോത്തിറച്ചി കഴിക്കുന്നത് ഒരാളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തേണ്ടതില്ല. കാരണം ഭാരതീയ പാരമ്പര്യത്തിലോ ഹിന്ദു വേദങ്ങളിലോ പോത്തിറച്ചി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദയവായി BJP സർക്കാരുകൾ സംഘപരിവാറിനെതിരെ ജനവികാരം ഉണ്ടാക്കുന്ന തരത്തിൽ, സംഘപരിവാറിനെതിരെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാജ വാർത്തകൾ ശരിയാണ് എന്ന് ശരിവെക്കുന്ന തരത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കരുത്. ബീഫ് നിരോധനം ഭരണഘടനയ്ക്കെതിരാണ്, അത് പിൻവലിക്കണം.